പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേത് തന്നെയെന്ന് സ്ഥിരീകരണം. 2 കുട്ടികളുടെ അസ്ഥികളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. എന്നാൽ ഇത് പ്രതികളുടെ തന്നെ കുഞ്ഞുങ്ങളാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകാൻ DNA പരിശോധനാ ഫലത്തിനായാണ് കാത്തിരിപ്പ്. സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി സ്വരൂപിക്കുകയാണ് പോലീസ്. വിവാഹേതര ബന്ധത്തിൽ ജനിച്ച 2 കുഞ്ഞുങ്ങളെ ആൺസുഹൃത്തും യുവതിയും ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക തെളിവ്. പ്രതികളായ അനീഷയുടെയും ഭവിന്റെയും വീടുകളിൽ നിന്ന് ലഭിച്ചത് നവജാത ശിശുക്കളുടെ അസ്ഥിയാണെന്ന് സ്ഥിരീകരിച്ചു. ഈ കുഞ്ഞുങ്ങൾ ഇവരുടേതു തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇനി DNA പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. ഇതുകൂടി വന്നാൽ കേസ് പൂർണ്ണമായി തെളിയും. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ഇരുവരും സുഹൃത്തുക്കളാവുകയായിരുന്നു. ശേഷം യുവതി 2021 ആദ്യ കുഞ്ഞിനെ പ്രസവിച്ചു. വീട്ടുകാരിൽ നിന്നടക്കം ഗർഭവിവരം മറച്ചുവെച്ചെന്നാണ് യുവതി മൊഴി നൽകിയത്. പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് വീടിന് സമീപം കുഴിച്ചിടുകയായിരുന്നു. പിന്നീട് 2 വർഷം തികയും മുമ്പ് അനീഷ ഭവിനിൽ നിന്ന് വീണ്ടും ഗർഭിണിയായി. ഈ കുഞ്ഞിനെയും സമാന രീതിയിൽ കൊലപ്പെടുത്തി കുഴിച്ചിടാൻ ഭവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഭവിന്റെ വീടിന് സമീപമാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടത്. കഴിഞ്ഞ ആഴ്ച കുഞ്ഞിന്റെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി ഭവിൻ കീഴടങ്ങിയതോടെയാണ് ക്രൂരതയുടെ വിവരം പുറം ലോകമറിഞ്ഞത്. പിന്നീട് ഭവിന്റെയും അനീഷയുടെയും വീടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് പഴുതടയ്ക്കാനാണ് പോലീസ് നീക്കം. നിലവിൽ പ്രതികൾ 2 പേരും റിമാൻഡിലാണ്. 24 തൃശൂർ.